വികസനത്തിന്റെ തള്ളലിൽ ഇന്ത്യ രാജ്യത്ത് 23 കാര്യങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്തിയെന്ന് നിതി ആയോഗ്. വേറെ ആരുമല്ല, സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നിതി ആയോഗ് കേരളത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമല്ല, അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് പല കാര്യങ്ങളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അഭിമാനത്തോടുകൂടി വികസനം ചർച്ച ചെയ്തു. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ബാക്കി കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിൽ മാറ്റിവെക്കൂ. വികസന കാര്യത്തിൽ നമുക്കൊരു ചർച്ചയാകാം, കുറച്ചുകൂടി കടുത്ത വാക്കിയാൽ ഉപയോഗിക്കാം, ഒരു പോർവിളി തന്നെയാകാം. 10 വർഷത്തെ LDFന്റെ ഭരണം, അതിന് മുമ്പത്തെ 5 വർഷം, ഇനി മറ്റ് സ്റ്റേറ്റുകളിലെ BJPയുടെ ഭരണം നമുക്ക് കമ്പയർ ചെയ്യാം. വരുന്ന 16-17 ദിവസക്കാലം കേരളം അത്തരം ഒരു ചർച്ചയിലേക്ക് വന്നാൽ ഞങ്ങൾ 140 സീറ്റ് കേരളത്തിൽ നേടിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. നിങ്ങൾ മാധ്യമങ്ങൾ വികസനത്തിന്റെ കൂടെ നിൽക്കുമെങ്കിൽ. പക്ഷെ അതിനു മുമ്പ് നീ നാട്ടുകാരൻ നല്ലുകൊണ്ട് മരിക്കും. ഈ ഡീൽ എന്ന ആരോപണം ഉന്നയിക്കുമ്പോൾ ശ്രീ VP ശ്രീപത്മനാഭൻ, LDFന്റെ നേതാക്കൾ പലരും അതിന് മറുപടി പറഞ്ഞ് കണ്ടു. BJPയെ സംബന്ധിച്ച് BJP അങ്ങനെ കാര്യമായിട്ട് എടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അഭിലാഷേ, മാതൃഭൂമി ചർച്ചയിൽ ഇന്നാളൊരു ദിവസം കൊടുങ്ങല്ലൂരിനെ പറ്റി ചർച്ച ചെയ്യുന്നത് കേട്ടു. എനിക്ക് ചിരി വന്നു. അഭിലാഷേ, കൊടുങ്ങല്ലൂർ നഗരസഭയിലെ വോട്ടിംഗ്, ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിലെ വോട്ടിംഗ് ഒന്ന് എടുത്തു നോക്കണം. 14 സീറ്റിൽ 14 സീറ്റ്സിൽ UDFന് 100 വോട്ടില്ല. 100 വോട്ട് തികച്ചില്ല. അവിടെ അടിയിൽ ദയനീയമായ അവസ്ഥയിലാണ് കോൺഗ്രസ് കൊടുങ്ങല്ലൂരിൽ. മുനിസിപ്പാലിറ്റിയിൽ 14 സീറ്റിൽ 100 വോട്ടില്ല. അത് പോട്ടെ, വെറുതെ ഇതൊക്കെയാണ് ഈ എത്ര കാലമായി നേമത്ത് 3-ാം സ്ഥാനത്ത് കോൺഗ്രസ്സുകാർ. മുരളീധരൻ വന്ന് മത്സരിച്ചിട്ട് രക്ഷപ്പെട്ടു. ഈ കൊടുങ്ങല്ലൂരിന്റെ കാര്യം പറഞ്ഞാൽ തന്നെ ശശി പത്മനാഭൻ മുനിസിപ്പാലിറ്റി മാത്രമല്ലല്ലോ നിയോജക മണ്ഡലം. കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞാൽ BJPയെ സംബന്ധിച്ച് BJPക്ക് കായികമായി തന്നെ അല്ലെങ്കിൽ RSSന് കായികമായി തന്നെ ആളുകൾ നഷ്ടപ്പെടുന്ന സ്ഥലമല്ലേ. അവിടെ മതിലിൽ താമര എഴുതി വെച്ച ശേഷം, താമര വരച്ചതിന് ശേഷമല്ലേ അവിടുന്ന് പോകേണ്ടി വന്നത്. ഗോപാലകൃഷ്ണൻ കുറെ കാലമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിട്ട് ഗുരുവായൂർക്ക് പോകേണ്ടി വന്നത് എന്താ? എന്നിട്ട് ഒരു ലെസർ നോൺ നേതാവിനെ 2020യുടെ ചിഹ്നത്തിൽ മത്സരിക്കുകയാണ്. താമര പോയിട്ട് ചക്ക വരികയാണ്. ഡീലാണെന്ന് അനൂപ് പറഞ്ഞാൽ അനൂപിനെ നമ്മൾ എങ്ങനെ കുറ്റം പറയും? അത് വോട്ട് എണ്ണുമ്പോൾ അനൂപിന് മനസ്സിലാവും. കോൺഗ്രസ്സുകാർക്ക് ഇപ്പം മെയ് മാസം 4-ാം തീയതി കോൺഗ്രസ്സുകാർക്ക് സൂര്യൻ ഉദിക്കും. അവിടെ നിൽക്കട്ടെ. ഇവിടെ CPMന്റെ പ്രതിനിധി വികസനം പറഞ്ഞു. എന്ത് വികസനം? ശബരിമലയിലെ 4.5 കിലോ സ്വർണം കട്ടതോ? അതാ വികസനം. 30-ാം വയസ്സിൽ MLA ആയ പത്മകുമാറല്ലേ ജയിലിൽ പോയത്? നിങ്ങളുടെ സ്ട്രോങ് കേഡറല്ലേ വാസു അല്ലേ ജയിലിൽ പോയത്? ശങ്കരദാസിന് ഇപ്പോഴും ജാമ്യമില്ലല്ലോ, വിജയകുമാറിന് ഇപ്പോഴും ജാമ്യമില്ലല്ലോ. ഇവരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരല്ലേ? വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. ഇനി ആഗോള അയ്യപ്പ സംഗമം. ഞാനിപ്പോൾ മഞ്ചേശ്വരത്ത ശബരിമല സീസൺ ആയാൽ കർണാടകയിലെ ഷിമാഗോ ജില്ലയിൽ നിന്നും ഭദ്രാവതി ജില്ലയിൽ നിന്നും ഡാവങ്കരയിൽ നിന്നൊക്കെ 7-8 വയസ്സുള്ള എന്താ പറയുക ബാല അയ്യപ്പന്മാർ മാളികപ്പുറങ്ങൾ നടന്നു പോകും ശബരിമലയ്ക്ക്. കല്ലും മുള്ളും കാലിക്ക് മെത്തേന്ന് ഏതാണ്ട് 500 കിലോമീറ്റർ നടന്നു പോകും. അങ്ങനെ നടന്ന് കല്ലും മുള്ളും കാലിക്ക് മെത്തേ എന്ന് പറഞ്ഞ് നടന്നു പോകുന്ന അയ്യപ്പന്മാരെ ക്ഷേമം ഉറപ്പുവരുത്താൻ ആഗോള അയ്യപ്പ സംഗമം നടത്തിയിട്ട് പണ്ട് മറ്റേ വിയറ്റ്നാം കോളനിയിൽ കുതിരവട്ടം പപ്പുവട്ടം പറയുമ്പോൾ ടാസ്കി വിളി മാധവിയമ്മയെ ടാസ്കി വിളിന്ന് 12 ലക്ഷം ഉറുപ്പിക്കല്ലേ നിങ്ങൾ ടാക്സി വിളിച്ച് ചിലവാക്കിയത്? ആരാ ആ അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമായി 2,39,840 രൂപ ചെലവാക്കി താജ് ഹോട്ടലിൽ താജ് കുമരകത്ത് താമസിച്ചത് ആരാ? ഈ കല്ലും മുള്ളും കാലിക്കുമെത്തേന്ന് കർണാടകയിലെ ഡാവങ്കര ജില്ലയിൽ നിന്ന് നടന്നു പോകുന്ന സ്വാമിമാരെ ക്ഷേമം ഉറപ്പുവരുത്താനാ നിങ്ങൾ താജ് കുമരകത്ത് ആൾക്കാരെ കൊണ്ടുപോയി താമസിപ്പിച്ചത്? കുഴപ്പമായി തോന്നുന്നത് കോൺഗ്രസ്സുകാർ ഇത് പറയാൻ താല്പര്യപ്പെടില്ല. കാരണം എന്താ, ഉണ്ണികൃഷ്ണൻ പോയിട്ട് 2 പ്രാവശ്യം സോണിയാഗാന്ധിന്റെ അടുക്കള വരെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ്സുകാർക്ക് ഇത് പറയാൻ താല്പര്യമില്ല. അവർ ഡീലും മറ്റേതൊക്കെ പറഞ്ഞു നടക്കും, ഞങ്ങളിതൊക്കെ പറയും. പിന്നെ നിങ്ങൾ പറഞ്ഞു വിദ്യാഭ്യാസത്തിന് കേരളത്തിൽ നിന്ന് എത്ര ലക്ഷം കുട്ടികളാണ് വിദേശത്ത് പഠിക്കാൻ പോകുന്നത്? +2 കഴിഞ്ഞിട്ടാണ് പോകുന്നത്. ഡിഗ്രി കഴിഞ്ഞിട്ട് പോയാൽ മനസ്സിലാക്കാം. +2 കഴിഞ്ഞിട്ടാണ് പോകുന്നത്. മധ്യ തിരുവിതാംകൂറിലെ കോളേജുകളിലെ സ്ട്രെങ്ത് ഇപ്പോൾ എത്ര കുറഞ്ഞു? പല കോളേജിന്റെ പേര് ഞാൻ പറയുന്നില്ല, എനിക്കറിയാം. മലയാള ഭാഷ പഠിക്കാൻ കഴിഞ്ഞ വർഷം കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട കോളേജിൽ ചേർന്നത് 2 ആളാണ്. BA മലയാളത്തിന് 2 ആള്. നിങ്ങൾ മനസ്സിലാക്കണം. ചികിത്സ, അയ്യോ നിങ്ങളുടെ നേതാക്കന്മാർ ചികിത്സിക്കുമോ കേരളത്തിൽ നിന്ന്? നിങ്ങളുടെ പ്രകടന പത്രികയിൽ ഒരു വാഗ്ദാനം എഴുതി വെക്ക്. ഇനി മേലാൽ 2026 തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നാൽ പിണറായി വിജയൻ അടക്കമുള്ള ഞങ്ങളുടെ നേതാക്കന്മാർക്ക് അസുഖം വന്നാൽ ഞങ്ങൾ അമേരിക്കയ്ക്കോ ഇംഗ്ലണ്ടിലേക്കോ പോകില്ല, കേരളത്തിൽ ചികിത്സിക്കുമെന്ന് പറ. നിങ്ങളുടെ നേതാക്കന്മാർക്ക് ഈ കേരളത്തിലെ ആരോഗ്യ മേഖലയെ വിശ്വാസമില്ല. പിന്നെ നിങ്ങൾ പവർ കട്ട് പറയും. പവർ കട്ട് കൂടംകുളം പദ്ധതിക്കെതിരെ സമരം ചെയ്യാൻ പോയത് അച്യുതാനന്ദനല്ലേ? 266 മെഗാവാട്ടാണ് കൂടംകുളത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ പവർ കട്ട് ഇല്ലാത്തത്. അത് തടസ്സപ്പെടുത്താൻ ഇവിടുന്ന് സമരം ചെയ്യാൻ പോയ അച്യുതാനന്ദന്റെ പാർട്ടിയല്ലേ നിങ്ങൾ? അപ്പം നിങ്ങൾ ഇത്ര വലിയ കാര്യങ്ങളൊന്നും പറയരുത്. നിങ്ങളുടെ ഭരണം അമ്പേ പരാജയമാണ് എല്ലാ മേഖലയിലും. നിങ്ങൾ PM ശ്രീ ഒപ്പിട്ടില്ലേ? നിങ്ങൾ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് പേരിടില്ല എന്ന് വീണ ജോർജ് വമ്പ് പറഞ്ഞില്ലേ? എന്തേ പേര് മാറ്റി? എന്തേ PM ശ്രീ ഒപ്പിട്ട്? കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സഹായമില്ലാത്ത എന്ത് വികസന കേരളത്തിൽ നടക്കുന്നത്? എന്ത് വികസന? റോഡാവട്ടെ, ആരോഗ്യ മേഖലയാവട്ടെ, എല്ലാം കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സഹായം കൊണ്ട് നടക്കുന്നതാ. 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയുള്ള സംസ്ഥാനം എവിടെ നിർത്തി ചെലവാക്കാനാ? കഴിഞ്ഞ ബഡ്ജറ്റിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിന് എത്ര ശതമാനം നീക്കി വെച്ച് ബഡ്ജറ്റിന്റെ? ഇതൊക്കെ ഈ കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യും. അതുകൊണ്ട് ഡീലൊന്നായിട്ട് വരണ്ട, ചർച്ച ആരും വഴിതെറ്റിക്കണ്ട. കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ തന്നെയാണ് ചർച്ച ചെയ്യുന്നത്.
കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അദ്ദേഹം മനസ്സിലാക്കേണ്ടത് 10 വർഷം കൊണ്ട് 20,000 കോടി രൂപയാണ് ആരോഗ്യ മേഖലയിൽ നിക്ഷേപിച്ചത്. ഈ ആരോഗ്യ മേഖലയിൽ ഒരു വർഷം 12.5 കോടി OP ആണ്, ഔട്ട് പേഷ്യന്റ് വരുന്നുണ്ട്. 2,47,000 സർജറി നടക്കുന്നുണ്ട്. ഈ അവയവമാറ്റ ശസ്ത്രക്രിയ കേരളത്തിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ അതിന് സ്ഥാപിച്ച് ഉദ്ഘാടനം ചെയ്തു. പ്രത്യേക ക്യാൻസർ സെന്റർ തുടങ്ങി. PH സെന്ററിൽ ഫുൾ ടൈം ഡോക്ടേഴ്സായി. CH സെന്റർ വളരെ മികച്ച രീതിയിലേക്ക് മാറി. ജില്ലാ ആശുപത്രികളും മെഡിക്കൽ കോളേജും മികച്ചതായി മാറി. ഒരു കയറുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ കെട്ടുന്നെങ്കിൽ ചത്തേനെ. കേന്ദ്ര സഹായമില്ലെങ്കിൽ ആർക്ക് വേണം സാർ നിങ്ങളുടെ സഹായം? ഇവിടുന്ന് പിരിച്ചുകൊണ്ട് വന്ന പണമാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന സഹായമല്ല ചോദിക്കുന്നത്. കേരളത്തിൽ നിന്ന് പിരിച്ചെടുത്തുകൊണ്ട് വന്ന പണം, ഇവിടുന്ന് പിരിച്ചുകൊണ്ട് പോകുന്ന പണം കഴിഞ്ഞ 5 വർഷം കൊണ്ട് 4,93,000 കോടി ഇവിടുന്ന് പിരിച്ചുകൊണ്ട് പോയി കിട്ടാനുണ്ട് ഇങ്ങോട്ട്. അതിന് 3 ലക്ഷം തന്നത്. നിങ്ങൾ സഹായം വേണ്ട സാർ നിങ്ങളുടെ ഞങ്ങൾക്ക്. നിങ്ങൾ വിഹിതം തന്നാൽ മതി. ഇവിടുത്തെ GSTയുടെ വിഹിതം തന്നാൽ മതി. ഇവിടുത്തെ ടാക്സിന്റെ വിഹിതം തന്നാൽ മതി. നിങ്ങൾ പറഞ്ഞത് PMC ഒപ്പിട്ടില്ലെങ്കിൽ SSKയുടെ ഫണ്ട് തരത്തില്ല. 1,700 കോടി കിട്ടാനുണ്ട്. ഇവിടുന്ന് പോകുന്ന പാർലമെന്റ് മെമ്പർമാർ നിങ്ങൾക്ക് അതിനോട് സമരം ചെയ്യത്തില്ല, കേരളത്തിലെ പ്രശ്നമായതുകൊണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ സഹായമല്ല നമുക്ക് വേണ്ടുന്ന വിഹിതമാണ്. ഇനി കളിച്ചത് മതിയായില്ലേ? പുതിയ അടവാണോ? ഞാൻ ഉത്തരം പറയാം. ശ്രീ ഗോപൻ പറഞ്ഞു പൈസ കിട്ടാണ്ടെന്ന്. പൈസ കിട്ടാൻ സുപ്രീം കോടതിയിൽ ഒരു കേസ് കൊടുത്തിരുന്നു. ആ കേസ് എന്തായി? ആ കേസ് ആവിയായി അല്ലേ? ഈ ഇടതുപക്ഷ സർക്കാരിനെ കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടായ ഒരു വിഭാഗം ഞങ്ങൾ വക്കീലന്മാരാണ്. കേസ് കൊടുക്കുക, തോൽക്കുക, കേസ് കൊടുക്കുക, തോൽക്കുക. ഇതാണല്ലോ നിങ്ങളുടെ പ്രധാന പരിപാടി. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കുക, അല്ലാതെ എന്ത് ചെയ്യാം? പിന്നെ താങ്കൾ ചോദിച്ച ചോദ്യം ഞാൻ പറയാം. 66 നാഷണൽ ഹൈവേ 66, ചെലവ് 63,000 കോടി രൂപ, കേന്ദ്ര വിഹിതം 58,000 കോടി രൂപ. 58,000 കോടി രൂപ. കേരളത്തിന്റെ ജീവനാടി, തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെയുള്ള ഹൈവേ. ഇനി ഗെയിൽ പൈപ്പ് ലൈൻ ആര് കൊണ്ടുവന്നു? ഗെയിൽ പൈപ്പ് ലൈൻ 2003 അടൽ ബിഹാരി വാജ്പേയി ഭരിക്കുമ്പോൾ കൊണ്ടുവന്നതാ ഈ ഗെയിൽ പൈപ്പ് ലൈൻ സംവിധാനം. അന്ന് അഹമ്മദാബാദിലും കൊച്ചിയിലും ഒരുമിച്ച് ഉദ്ഘാടനം ചെയ്ത് അവിടെ 3ാം ഘട്ടം പൂർത്തീകരിച്ചു. എന്നാൽ ഇവിടെ അച്യുതാനന്ദൻ ഭരിച്ചു, ഇവിടെ ഉമ്മൻചാണ്ടി ഭരിച്ചു. അവസാനം നരേന്ദ്രമോദി വന്ന് നിർബന്ധിച്ച് കൊണ്ടുവന്നതാണ് ഗെയിൽ പൈപ്പ് ലൈൻ. ഇന്ത്യയിൽ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ പൈപ്പിൽ ഗ്യാസ് കൊടുത്തു തുടങ്ങി. ഇവിടെ വരാൻ പോകുന്നേ ഉള്ളൂ. പാലക്കാട്ടെ IIT 2015 14 മോഡി വരുന്നു, 2015 പാലക്കാട് IIT വരുന്നു. എവിടെയാ വന്നതെന്നറിയോ? കോച്ച് ഫാക്ടറി തരാം, കോച്ച് ഫാക്ടറി തരാം എന്ന് പറഞ്ഞ് ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ പറഞ്ഞു പറ്റിച്ച കഞ്ചിക്കോട്ട്. ഞാൻ പോയിക്കോട്ടെ. ഇനി കിസാൻ സമ്മാൻ നിധി 39 ലക്ഷം കൃഷിക്കാർക്ക് കേരളത്തിൽ കിസാൻ സമ്മാൻ നിധി കിട്ടുന്നത്. ഒരു ഗഡു കേരളത്തിലേക്ക് വന്നാൽ, അതായത് പ്രഖ്യാപിച്ചാൽ കേരളത്തിന് കിട്ടുന്നത് ഏതാണ്ട് 780 കോടി രൂപയാണ്. ഒരു വർഷം കിട്ടുന്നത് 2,300 ചില്ലാനം കോടി രൂപയാണ്. കേരളത്തിലെ 33 ലക്ഷം കുടുംബങ്ങൾക്ക് അന്നപൂർണ്ണ അന്ത്യോദയ അന്ന യോജന, ഗരീബ് കല്യാൺ അന്ന യോജന, 5,88,000 മഞ്ഞക്കാടുകാർക്ക് 35 കിലോ അരി ഒരു മാസം അന്ത്യോദയ അന്ന യോജന. ഒരു മണി അരി കേരളം കൊടുക്കുന്നില്ല. ഒരു മണി അരി കേന്ദ്ര കൊടുക്കുന്നത്. 29 ലക്ഷം കാർഡുകാർക്ക്, റോസ് കാർഡുകാർക്ക് ഗരീബ് കല്യാൺ അന്ന യോജന കേന്ദ്ര കൊടുക്കുന്ന 4 വീതം 4 കിലോ അരി, 1 കിലോ ഗോതമ്പ്, 1 കിലോ പയർവർഗ്ഗം. ഇനി ഇവിടെ ആയുഷ്മാൻ ഭാരത് കാരുണ്യ പദ്ധതി കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് നികുതി പിരിക്കാതിരിക്കുന്നില്ലല്ലോ. ഇതിപ്പോ എന്തോ ആനുകൂല്യം മുകളിൽ നിന്ന് കെട്ടിത്തറന്ന പോലെയല്ലോ. അത് ഒരു ഫെഡറൽ സംവിധാനമുള്ള സംസ്ഥാനമല്ലേ? സെൻട്രൽ സ്പോൺസേഡ് സ്കീമുകളുണ്ട്, സംസ്ഥാനം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സ്കീമുകളുണ്ട്. അതൊക്കെ ഒരു സാധാരണ ഫെഡറൽ വ്യവസ്ഥയിൽ ഉണ്ടാവുന്ന കാര്യങ്ങളല്ലേ സാർ? ഇതിലെന്താ പറഞ്ഞുതരാ. 2014 വരെ നികുതികളുടെ സംസ്ഥാന വിഹിതം എത്രയാ? 32%. അവിടെ ചെന്ന് കിട്ടിയില്ല എന്ന് കംപ്ലൈന്റ് പറയും. നന്ദി പറയണം, നന്ദി. 32%. 2014 മുതൽ നികുതികളിൽ സംസ്ഥാന വിഹിതം 10% വർദ്ധിപ്പിച്ചു. 42%. പട്ടാളം ഉൾപ്പെടെയുള്ള ചെലവുകൾ വഹിക്കുന്ന, വിദേശ രാജ്യങ്ങളിൽ എംബസികൾ ഉൾപ്പെടെ സ്ഥാപിക്കേണ്ട ചെലവുകൾ വഹിക്കുന്ന കേന്ദ്രം 58% എടുക്കുന്നുള്ളൂ. 42% സംസ്ഥാനങ്ങൾക്ക് കൊടുത്തു. ഞങ്ങളുടെ കുടിവെള്ള പദ്ധതി ജൽജീവൻ മിഷൻ 6,000 കോടി രൂപ കൊടുത്തു. എന്തേ പല പഞ്ചായത്തിനും പൈപ്പ് തുറന്നാൽ ഗ്യാസ് വരുന്നത്? സെക്രട്ടേറിയറ്റിൽ പോയി നോക്കണം. സെക്രട്ടേറിയറ്റിൽ സമര ആരുടെ? കോൺട്രാക്ടർമാരെ. ജൽജീവൻ പദ്ധതിയുടെ പൈസ സംസ്ഥാനം കൊടുക്കായിട്ട് കോൺട്രാക്ടർമാരെ സമര. കേന്ദ്രം കൊടുക്കാനുള്ള 50 കേന്ദ്രം കൊടുത്തു. 50 കേന്ദ്രം കൊടുത്തു. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.